നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 29-ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും. പാലിയേക്കര ടോൾ പ്ലാസയിലെ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ സംഘർഷം. കാർ യാത്രികന് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുണ്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. പാലക്കപ്പറമ്പിൽ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഔദ്യോഗിക പ്രഖ്യാപനമായി. മൊബൈൽ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ 4G സാച്ചുറേഷൻ പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ടവർ നിർമ്മാണം വിലയിരുത്തി TN പ്രതാപൻ MP. എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്ത് കണക്ഷൻ നൽകാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചരിത്രപ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ 100ാം വർഷ തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തകർന്ന റോഡ് നന്നാക്കാൻ ജനപ്രതിനിധികൾ കനിഞ്ഞില്ല. അപകടാവസ്ഥയിലായ റോഡ് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ. ശോച്യാവസ്ഥയിലായ കല്ലൂർ, ആലങ്ങാട്, പിച്ചാമ്പള്ളി റോഡാണ് നാട്ടുകാർ ഒത്തുചേർന്ന് സഞ്ചാരയോഗ്യം. വാർത്തകൾ വിശദമായി. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി 29-ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും. ജാഥ തിരുവനന്തപുരത്ത് എത്തുന്ന ഫെബ്രുവരി 15-ന് സംസ്ഥാനത്ത് കടകളടച്ച് പ്രതിഷേധിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ജാഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര നയങ്ങൾ ചെറുകിട വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമാകുന്ന നിയമനിർമ്മാണങ്ങൾ മൂലം ചെറുകിട വ്യാപാരികൾ കഷ്ടത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പിഴയീടാക്കൽ മൂലം വ്യാപാരികൾ വലയുകയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 5 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ ഹമീദ്, അഹമ്മദ് ഷെരീഫ്, സെക്രട്ടറിമാരായ ബാബു കോട്ടായിൽ, സണ്ണി പൈപ്പിള്ളിൽ, സെക്രട്ടേറിയറ്റ് അംഗം AJ റിയാസ് എന്നിവരും പങ്കെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ജീവനക്കാരും യാത്രക്കാരനും തമ്മിൽ സംഘർഷം. കാർ യാത്രികനും ജീവനക്കാരനും പരിക്കേറ്റു. ചുവന്നമണ്ണ് സ്വദേശി കാലായിൽ ഷിജുവാണ് പരിക്കേറ്റ യാത്രക്കാരൻ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. എറണാകുളത്ത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഷിജു ഓടിച്ചിരുന്ന കാറിന് ഫാസ്ടാഗ് ഉണ്ടായിരുന്നില്ല. ടോൾ ബൂത്തിൽ നിർത്താതെ കടന്നു പോകുന്നതിനിടെ കയർ കെട്ടിയുള്ള ഡ്രം ഇട്ട് കാർ തടഞ്ഞതാണ് തർക്കത്തിന് കാരണമായത്. തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ തന്നെ 6 ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയും വോക്കി ടോക്കി ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയുമായിരുന്നെന്ന് കാർ യാത്രികനായ ഷിജു പറഞ്ഞു. മാതാവും ഭാര്യയും യാത്രയിലൊപ്പമുണ്ടായിരുന്നു. പരിക്കേറ്റയാൾക്ക് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയി. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഷിജു പരാതി നൽകി. എന്നാൽ ടോൾ ബൂത്തിൽ പണമടയ്ക്കാതെ കടന്നുപോകാനുള്ള ശ്രമം തടഞ്ഞ ജീവനക്കാരോട് തട്ടിക്കയറി പ്രകോപനം സൃഷ്ടിച്ചത് യാത്രക്കാരനാണെന്ന് ടോൾ കരാർ കമ്പനി ആരോപിച്ചു. യാത്രക്കാരൻ 2 ജീവനക്കാരെ ആക്രമിച്ചെന്നും ഒരാൾക്ക് പരിക്കേറ്റെന്നും ടോൾ അധികൃതർ പറഞ്ഞു. അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ, എറണാകുളം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അമ്മേനെ കൊണ്ട് കാറിൽ വരികയായിരുന്നു. ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ആ ടോള് കടന്നു വരുമ്പോൾ ഒരു വണ്ടിയുടെ ബാക്കിലായിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ കടന്നു പോന്നു. അപ്പോൾ ഇവർ ഡ്രം എടുത്ത് തന്നെ വണ്ടിയിൽ നടുക്ക് വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ടോളിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി എൻ്റെ ഫാസ്റ്റാക്കേണ്ട നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ പൈസ അടയ്ക്കാം എന്ന് പറയുകയും അവരോട് ഞാൻ ഡ്രം എടുത്ത് മാറ്റാൻ പറയും. അവരോട് ഡ്രം എടുത്ത് മാറ്റാൻ പറ്റില്ല, ഒന്നുകിൽ എൻ്റെ മൊബൈൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മൊബൈൽ തരാൻ പറ്റില്ല, നീ ഡ്രം എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഡ്രം മാറ്റാതെ ഇപ്പോൾ ഞാൻ ഇറങ്ങിയ ഡ്രം മാറ്റാൻ നോക്കിയപ്പോൾ ഇവർ 3-4
4-5 പേര് കൂടി ഓടി വരികയും എന്നെ പിടിച്ച് തള്ളുകയും പിന്നെ അവരങ്ങോട്ട് എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. എൻ്റെ നെഞ്ചത്തേക്കും എൻ്റെ പുറത്തേക്കുമായിട്ട് ഇവർ പിടിച്ചിടിക്കുകയും എൻ്റെ കാറിൽ വെച്ച് തന്നെ അമർത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരെ കൈകൊണ്ട് തട്ടി മാറ്റിയെങ്കിലും ഇവരൊരുത്തരും വാക്കി ടോക്കി വെച്ചിട്ട് എൻ്റെ തലക്കിട്ട് അടിക്കുകയും കുത്തുകയും അത് കാരണം എൻ്റെ തല ഇവിടെ പൊട്ടാനിടയായി തീർന്നു. ഇതാണ് എൻ്റെ ഉണ്ടായത്. ഞാൻ അപ്പോൾ തന്നെ ലാസ്റ്റ് ബ്ലഡ് നിൽക്കാതെ ഒഴുകിയപ്പോൾ ഞാൻ 100ലേക്ക് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ 100ലേക്ക് 100-ന് പുതുക്കാട് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടോള് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്ന് ഡ്രം എടുത്തെറിഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി ഡ്രമ്മ് ഞങ്ങൾ കടന്നു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവ എന്ത് ചെയ്താൽ മാറ്റില്ല. അപ്പോൾ ചേട്ടായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഡ്രമ്മ് മാറ്റി വെച്ച് വീണ്ടും വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ ചേട്ടാ അങ്ങനെ കടന്നു പോവില്ല എന്ന് ഹിന്ദിയിൽ പറഞ്ഞേച്ച് അവൻ ആ ഡ്രമ്മ് വീണ്ടും കൊണ്ടുവന്ന് വെച്ചു ഫ്രണ്ടിൽ. അപ്പോൾ അത് മാറ്റി നിന്നോടല്ലേ പറഞ്ഞ് മാറ്റാൻ, നിനക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ചേട്ടായി വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറ്റുമ്പോഴേക്കും ഒരു 5-6 പേര് കൂടി ചേർന്ന് വന്ന് ചേട്ടായിനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ പുറത്തിനിട്ട് ഇടിക്കുകയും ചെയ്തു. ഗ്ലാസ്സിലേക്ക് തള്ളി ആളെ ഉള്ളിലേക്ക് വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് ഇടുകയും ചെയ്തു. കയ്യിലിരിക്കുന്ന ടോക്കി ഇത് വെച്ചിട്ട് തലയുടെ സൈഡ് ഭാഗത്ത് ഈ നെറ്റിയുടെ ഫ്രണ്ട് മോൾ ഭാഗത്തായിട്ട് അത് വെച്ച്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പ്രതിഷേധ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, ലിൻസൺ പല്ലൻ, ആൻസി ജോബി എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ പാലക്കപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PJ റിൻഡോ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് വിനോദ് ജ്ഞാനൂർ, മണ്ഡലം ഭാരവാഹികൾ ജോബി ജോസ്, ബാബു മുള്ളന്തറ, ഇബ്രാഹിം, പ്രജോഷ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. EA ഉമ്മർ, ശിവരാമൻ പോതിയിൽ, നൈജോ ആൻഡോ, പ്രതീഷ് വാസുപുരം, ഹരൺ ബേബി, ശാലിനി ജോയ്, CH സാദത്ത്, ജോൺ വട്ടക്കാവിൽ, AB പ്രിൻസ്, സായൂജ് സുരേന്ദ്രൻ, ലിനോ മൈക്കിൾ, ആദിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. PC വേലായുധൻ, ഫ്രാൻസിസ് ആരോത, ബാബു മനക്കുളങ്ങര പറമ്പിൽ, പിയൂസ് ഇഞ്ചക്കുണ്ട്, KN നൌഷാദ്, ഷിനോജ് കോടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK രാജേഷ് കുമാർ, വിജയൻ കൈതവളപ്പിൽ, NM പുഷ്പാകരൻ, VB നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ജ്യോതിഷ് പ്രതാപ്, പ്രസാദ് മേപ്പുറത്ത്, ബാബു P അഗസ്റ്റിൻ, വിശ്വംഭരൻ നന്ദിക്കര, രഘു രാപ്പാൾ, ദേവദാസ് പേരിയിൽ, ഹേമൻ കാരിക്കോട്ട്, ലെനിൻ നെടുമ്പാൾ എന്നിവർ നേതൃത്വം നൽകി. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഷംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. മൊബൈൽ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ 4G സാച്ചുറേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ടവർ നിർമ്മാണം വിലയിരുത്താൻ TN പ്രതാപൻ MP എത്തി. ആദിവാസി മേഖലകളിലും റൂറൽ മേഖലകളിലും മൊബൈൽ കണക്ടിവിറ്റി എത്തിക്കുക എന്ന കേന്ദ്ര പദ്ധതിയാണ് 4G സാച്ചുറേഷൻ. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ പരാതിയെ തുടർന്ന് MP സ്ഥലം സന്ദർശിച്ച് പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞിരുന്നു. മൊബൈൽ കണക്ടിവിറ്റി ലഭിക്കുന്നതിനായി USOF ഫണ്ടിൽ നിന്നും പദ്ധതിക്ക് പണം ചെലവഴിച്ച്
BSNL സർവേ നടത്തി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നായാട്ടുകുണ്ട്, എച്ചിപ്പാറ, കുണ്ടായി എസ്റ്റേറ്റ്, മറ്റത്തൂർ പഞ്ചായത്തിലെ ആനപ്പാന്തം, വെള്ളിക്കുളങ്ങര പഞ്ചായത്ത്, ഒളനപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് MP-യുടെ നിർദ്ദേശപ്രകാരം ടവർ നിർമ്മാണം പുരോഗമിക്കുന്നത്. ടവർ നിർമ്മാണം വിലയിരുത്തിയ MP എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്ത് കണക്ഷൻ നൽകാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ITS പ്രിൻസിപ്പൽ ജനറൽ മാനേജർ AS സുകുമാരൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ EM ഉമ്മർ, ശിവരാമൻ പോതിയിൽ, പ്രിൻസ്, സൂരജ് കുണ്ടനി, പ്രിബീനൻ ചുണ്ടേലപ്പറമ്പിൽ, സനൽ മഞ്ഞളി, ഫൈസൽ ഇബ്രാഹിം എന്നിവരും സന്നിഹിതരായിരുന്നു. ചരിത്രപ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ ആനച്ചമയ പ്രദർശനം നടക്കും. 7:30 മുതൽ പള്ളിവേട്ട ആരംഭിക്കും. 20 പൂരസെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20-ൽ പരം ഗജവീരന്മാരെ അണിനിരത്തി രാവിലെ 8 മുതൽ 11 വരെ പഞ്ചാരിമേളവും എഴുന്നള്ളിപ്പും, 11 മണി മുതൽ 1 മണി വരെ വിവിധ കാവടി സെറ്റുകളുടെ കാവടി വരവ്, എഴുന്നള്ളിപ്പിന് ശേഷം അന്നദാനവും നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെ പാണ്ടിമേള അകമ്പടിയിൽ കാഴ്ചശീവേലിയും, വൈകിട്ട് 6 മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവയുടെ നേതൃത്വത്തിൽ പന്തൽ വരവ്, രാത്രി 8-ന് ശ്രീരുദ്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന കരിന്തണ്ടൻ നാടൻപാട്ടും ദൃശ്യാവിഷ്കരവും അരങ്ങേറും. പുലർച്ചെ 1 മുതൽ 3 വരെ വിവിധ കലാരൂപങ്ങളുടെയും കാവടി മേളങ്ങളുടെയും അകമ്പടിയോടെ 20 കരയോഗങ്ങളുടെ പൂരവരവും, 3:30-ന് ആറാട്ടും, 4 മുതൽ 6 വരെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KV സുരേഷ്, സെക്രട്ടറി CS സുനേഷ്, KM ദാസൻ, CR ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് 7:30-ന് പള്ളിവേട്ടയും പഞ്ചവാദ്യത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും നടത്തപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലുള്ള താന്ത്രിക പൂജകൾക്ക് ശേഷം 8 മണിയോടുകൂടി പഞ്ചാരി മേളത്തോടുകൂടിയുള്ള 20 ഗജവീരന്മാരണി ആഘോഷങ്ങളോടെ പൂരവും വിവിധ കാവടി ഉൾപ്പെടെയുള്ള തിറ, തെയ്യം തുടങ്ങിയ നാദസ്വരം അതുപോലെ മറ്റു പരിപാടികളോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ 1:10 മുതൽ 3:30 വരെ എത്തിച്ചേരുകയും 4 മണിക്ക് വീണ്ടും കുട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കുകയും ചെയ്തു. കുട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ആറാട്ടോടുകൂടിയാണ്. അതുപോലെ സംഭവരുടെ വീണ്ടും സംഭവ നൃത്തം അവിടെ അവതരിപ്പിക്കുകയും അതിനുശേഷം വിത്തിറക്കലോടുകൂടി അവരുടെ പരിപാടികൾ അവസാനിക്കുകയും ചെയ്യും. ഇതാണ് പൂരത്തിൻ്റെ പൊതുവായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ 100-ാം വർഷ തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ന് കുർബാന, പ്രസുതേന്തി വാഴ്ച തുടങ്ങി തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. തുടർന്ന് ദീപാലങ്കാരം ശിച്ചോൺ കർമ്മം DYSP TS സിനോജ് നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 7:15-ന് കൂടുതുറക്കൽ ശുശ്രൂഷ, കുർബാന, നൊവേന, അമ്പുവെഞ്ചിരിപ്പ്, തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡെന്നി താണിക്കൽ കാർമ്മികനാകും. 8:30 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. പകൽ അമ്പെഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6:30-നും മറ്റ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10-നും പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായർ രാവിലെ 10-ന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ സൈജോ തൈക്കാട്ടിൽ സന്ദേശം നൽകും. വൈകിട്ട് 3:30-ന് കുർബാന, 4:30-ന് പ്രദർശനം, 7-ന് സമാപനത്തിന് ശേഷം വർണ്ണമഴ. തിങ്കൾ രാവിലെ 7-ന് പൂർവിക സ്മരണാഞ്ജലി, വൈകിട്ട് 6-ന് സ്നേഹസംഗമം, 6:30-ന് ഗാനമേളയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജോസ് പൂക്കോടൻ, കൈക്കാരൻ ഗബ്രിയൽ ഐനിക്കൽ, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. വെള്ളിപ്പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പള്ളി സ്ഥാപിതമായിട്ട് 100 വർഷമായി. 1924 സ്ഥാപിച്ചതാണ്. 2024 100-ാം വർഷമാണ്. 100-ാം വർഷത്തെ തിരുനാൾ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ട് ഭക്തി നിർഭരമായിട്ട് ആഘോഷമായിട്ട് കൊണ്ടാടേണ്ടതാണ് എന്നുള്ള ബോധം കൂടി തന്നെയാണ് ഇക്കൊല്ലത്തെ തിരുനാൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പ്രിയപ്പെട്ട ജോസച്ചൻ പറഞ്ഞതുപോലെ ഈ വർഷം 100-ാം വർഷം ആഘോഷിക്കുന്നു. തൃശ്ശൂർ അതിരൂപതയിലെ പുരാതനമായ 200 ചില്ലാൻ പള്ളികളിൽ 67-ാമത്തെ പള്ളിയാണ് വെണ്ടൂർ സെയിൻറ്റ് മേരീസ് പള്ളി. 1200-ലധികം കുടുംബങ്ങളുള്ള ഒരു വലിയ വിസ്തൃതമായ ആമ്പല്ലൂർ മുതൽ കല്ലൂര്, പുതുക്കാട്, വരാക്കര, മണ്ണമ്പേട്ട, ചിങ്ങാലൂർ, അങ്ങനെ വലിയ വിസ്തൃതമായ ഒരു വലിയ ഇടവക സമൂഹമാണ് ഇപ്പോൾ വെണ്ടൂർ. തകർന്ന റോഡ് നന്നാക്കാൻ ജനപ്രതിനിധികൾ കനിഞ്ഞില്ല,
അപകടാവസ്ഥയിലായ റോഡ് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ. ശോച്യാവസ്ഥയിലായ കല്ലൂർ ആലയങ്ങാട് പീച്ചാമ്പള്ളി റോഡാണ് നാട്ടുകാർ ഒത്തുചേർന്ന് സഞ്ചാരയോഗ്യമാക്കിയത്. സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. നാട്ടുകാരുടെ പ്രധാന സഞ്ചാരപാതയായ റോഡ് തകർന്നതോടെ പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരുടെ മുമ്പിൽ പരാതിയുമായി എത്തി. ഫണ്ടില്ല എന്ന മറുപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് ആലങ്ങാട് പീച്ചമ്പള്ളി വരാക്കര ഈ വഴി വരന്തരപ്പള്ളി ടച്ച് ചെയ്യുന്ന റോഡാണ്. ഇത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ സാധാരണ ജനങ്ങൾ നടന്നു പോകുന്ന റോഡും അതുപോലെ ഒരുപാട് ബൈക്കുകൾ ഒരുപാട് വാഹനങ്ങൾ കാറ് ഇതൊക്കെ പോണ റോഡുകളാണ്. ഓട്ടോറിക്ഷക്കാരൊക്കെ ഇപ്പോൾ വിളിച്ചാൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം റോഡ് ആകെ പൊളിഞ്ഞ് ആകെ നാശമായി കിടക്കുന്നു. റോഡിലൂടെ വാഹനങ്ങൾ തീർത്തും കടന്നുപോകാൻ കഴിയാതെയായതോടെ പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ പറ്റാതായി. ഓട്ടോറിക്ഷയും ടാക്സി വാഹനമടക്കം പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ എത്താതായി. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വരാതെയായതോടെയാണ് നാട്ടുകാർ ഒത്തുചേർന്ന് റോഡ് നന്നാക്കാൻ തീരുമാനിച്ചത്. റോഡിൽ മണ്ണിട്ട് കുഴികളടച്ച് താൽക്കാലികമായ പരിഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡ് പൂർണ്ണമായും നന്നാക്കുന്നതിനായി അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ 10-20 അമ്മമ്മമാരുണ്ട്. അവർ ഇങ്ങനെ പലവിധ രോഗികളാണ്. അവർക്ക് ഹാർട്ട് രോഗികളുണ്ട്. അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലേക്കൂടി കൊണ്ടുപോകുന്നതിന്. ഓർമ്മച്ചെപ്പ് തുറന്ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1977-78 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേർന്നു. പുതുക്കാട് നടന്ന ചടങ്ങ് റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ MO ജോൺ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ജെയ്സൺ മാളിയക്കൽ അധ്യക്ഷനായി. ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി TL ചാൾസ്, ട്രഷറർ MP റാഫി, ജോർജ് തട്ടിൽ, KA തോമസ് കൂടലി, ഷാജു ഒല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ മുൻ അധ്യാപകരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജനുവരി 18 കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് സമരത്തിന് മുന്നോടിയായി തൊട്ടിപ്പാൾ വില്ലേജ് സമര സംഘാടക സമിതി യോഗം ചേർന്നു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. MR രവി അധ്യക്ഷനായിരുന്നു. ജോയിന്റ് സെക്രട്ടറി PC സാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PT കിഷോർ, M കൃഷ്ണൻ, KN ജനമണി, CM രാജു, PT വിശ്വനാഥൻ, നിമിഷ ശ്രീനി, അമ്പിളി ജനമണി, ലിൻഡോ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാനായി M കൃഷ്ണനെയും കൺവീനറായി PT കിഷോറിനെയും തെരഞ്ഞെടുത്തു. കേരള സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിൽ A ഗ്രേഡോടെ മണ്ണമ്പെട്ട മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടി. ആർഷ, ലക്ഷ്മി, ഇസബെല്ല, ശ്രീദേവി, ആവണി, ദേവനന്ദ, ശ്രീരാഗ്, നിവേദ്, ആകാശ്, ഹെനിറ്റ് എന്നിവരാണ് സംസ്കൃത നാടകത്തിൽ പങ്കെടുത്തത്. ഇതിൽ സിദ്ധാർത്ഥനായി അഭിനയിച്ച ആർഷയെ മികച്ച നടിയായി തെരഞ്ഞെടുത്തു. സംസ്കൃത അധ്യാപകനായ പ്രസാദ് മല്ലിശ്ശേരി രചനയും സംവിധാനവും നിർവഹിച്ച് പരിശീലിപ്പിച്ച മഹാപ്രസ്ഥാനം എന്ന നാടകമാണ് അവതരിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി സ്ഥാപക നേതാവായ CM ജോർജിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി നന്ദിവലം യൂണിറ്റ് അനുസ്മരണവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ അധ്യക്ഷനായിരുന്നു. നിയോജക മണ്ഡലം ജനറൽ കൺവീനറും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PG രഞ്ജിമോൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ സുമേഷ് നിവേദ്യം, സജിത ഗോപിനാഥ്, സാബു ചതനൻ, ബിജു NK, അൽഫോൺസ്, പൗലോസ്, അരുൺ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ തലതൊട്ടപ്പനായ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ വ്യാപാരി പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാപക പ്രസിഡന്റായിരുന്ന നെല്ലായി റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ മാനേജർക്ക് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപും പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപും ചേർന്ന് തിരുവനന്തപുരത്ത് റെയിൽവേ ഓഫീസിൽ നിവേദനം സമർപ്പിച്ചു. പുതിയതായി ചാർജ് എടുത്ത ഡിവിഷൻ റെയിൽവേ മാനേജറായ മനീഷ് തപ്ലയാലിനാണ് നിവേദനം നൽകിയത്. കൊറോണയ്ക്ക് മുൻപ് നിർത്തിയിരുന്ന നിലമ്പൂർ കോട്ടയം ട്രെയിനും ഗുരുവായൂർ പുനലൂർ ട്രെയിനും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക, ഫുട് ഓവർ ബ്രിഡ്ജ്, പാർക്കിംഗ് വെയിറ്റിംഗ് ഷെഡ്, കോൺട്രാക്റ്റ് എടുത്ത വ്യക്തിക്ക് കമ്മീഷൻ വർദ്ധിപ്പിക്കുക, കോൺട്രാക്റ്റ് എടുത്ത് നടത്തുന്ന വ്യക്തിക്ക് നിശ്ചിത വരുമാനം റെയിൽവേ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പറപ്പൂക്കര പഞ്ചായത്ത് നിവേദനം നൽകിയത്. ഡിവിഷൻ റെയിൽവേ മാനേജർക്ക് ലഭിച്ച ആദ്യ നിവേദനമായിരുന്നു ഇത്.
നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കായികമേള പുതുക്കാട് സ്റ്റേഷൻ SHO UH സുനിൽദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ അധ്യക്ഷത വഹിച്ചു. അത്ലറ്റ് താരം ഉഷാമാണി വിശിഷ്ടാതിഥിയായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, മാനേജർ C രാകേഷ്, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, K രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു. വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ അമ്പ് തിരുനാളോടനുബന്ധിച്ച് പ്രദക്ഷിണം നടത്തി. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ നേതൃത്വം നൽകി. കല്ലൂർ കിഴക്കേപ്പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ അമ്പ് തിരുനാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 10:30 തിരുനാൾ ദിവബലി. ഫാദർ അൽജോ കുന്നൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 ദിവബലിക്ക് ശേഷം തിരുനാൾ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും വെള്ളിയാഴ്ച നടത്തും. രാവിലെ 11 മണിക്ക് നടക്കുന്ന പരിപാടി മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകൻ PV പോളി, അനധ്യാപകൻ KK ഫ്രാൻസിസ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിക്കും. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വാർഡ് 13 തുറവൻകാട്ടിൽ സ്വപ്നക്കൂട് വയോ ക്ലബ്ബ് രൂപീകരിച്ചു. മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ് അധ്യക്ഷയായിരുന്നു. വാർഡംഗം റോസ്മി ജയേഷ്, സിസ്റ്റർ ജസ്ന എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ N തങ്കം പ്രസിഡന്റും ഡേവിസ് പാണേങ്കാടൻ സെക്രട്ടറിയുമായി കമ്മിറ്റി രൂപീകരിച്ചു. തൃശൂർ നിന്നും പുതുക്കാട് ഇഞ്ചക്കുണ്ട് വഴി കോടാലിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന KSRTC സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് കേരള യൂത്ത് കോൺഗ്രസ് M പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. യോഗം യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന കമ്മിറ്റി അംഗം സെബിൻ കാവുങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോബി വട്ടപ്പറമ്പിൽ അധ്യക്ഷനായി. പ്രിൻസ് പാലക്കാട്ടുമലയിൽ, റിൻഡോ തോമസ്, ബ്രൈറ്റൻ രാജു, ജിബിൻ പോൾ, അമൽ സാബു, ഏഞ്ചൽ തോമസ്, അഭിഷേക്, സാബു, അനോപ് ലോനപ്പൻ, നിജോ ജോസ്, PT ബിൻഡോ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. മെഡിക്കൽ ഓഫീസർ നിയമനം. വടക്കാഞ്ചേരി നഗരസഭയിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസറെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MBBS, ഫാമിലി മെഡിസിനിലോ ജിറിയാട്രിക് മെഡിസിനിലോ ജനറൽ മെഡിസിനിലോ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർമാർക്കും പാലിയേറ്റീവ് പരിശീലനം നേടിയവർക്കും മുൻഗണന. 65 വയസ്സ് കവിയരുത്. ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ സഹിതമുള്ള അപേക്ഷ ജനുവരി 16 വൈകിട്ട് 5 കോർഡിനേറ്റർ വയോമിത്രം പദ്ധതി ഓഫീസ്, പകൽ വീട്, ആര്യമ്പാടം PO, വടക്കാഞ്ചേരി, തൃശൂർ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8943354045. ടെക്നിക്കൽ ഓഫീസർ അഭിമുഖം 16. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിന് കീഴിലുള്ള NBHSPയിലേക്ക് ടെക്നിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MSc മൈക്രോബയോളജി, മെഡിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ലബോറട്ടറി സർവീസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. അംഗീകൃത സർവകലാശാലയിൽ നിന്നും മെഡിക്കൽ മൈക്രോബയോളജിയിൽ PhDയും 3 മാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. വേതനം 50,000 രൂപ. താല്പര്യമുള്ളവർ ജനുവരി 16 രാവിലെ 10 പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം പങ്കെടുക്കണം. ഫോൺ 0487 22003110. റിസർച്ച് സയന്റിസ്റ്റ് വാക്ക്-ഇൻ ഇന്റർവ്യൂ 18. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് യൂണിറ്റിന് കീഴിൽ റിസർച്ച് സയന്റിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MD, MS, DNB, ബിരുദാനന്തര ബിരുദവും R&D അധ്യാപനത്തിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മെഡിക്കൽ വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും 6 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ BDS, വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ബിരുദവും 9 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ
ലൈഫ് സയൻസ് വിഷയങ്ങളിൽ 1-ാം ക്ലാസ് ബിരുദാനന്തര ബിരുദവും 8 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ MSc-യും PhD ബിരുദവും 8 വർഷത്തെ പ്രവൃത്തി പരിചയവും. സയൻസ് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ഡോക്ടറേറ്റ്, MTech ബിരുദം, പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അധ്യാപന പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് ഇന്റലിജൻസ് ടൂൾസ്, ഡാറ്റ മാനേജ്മെന്റ് എന്നിവയിൽ പരിജ്ഞാനം അഭികാമ്യം. വേതനം 67,000 രൂപയും HRAയും. വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജനുവരി 18 രാവിലെ 10 പ്രിൻസിപ്പാളുടെ കാര്യാലയത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ 0487 2200 310. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ നിന്നും വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ളവർ പുനർവിവാഹിത അല്ലെന്നുള്ള സാക്ഷ്യപത്രം 31/3/2024 വരന്തരപ്പള്ളി പഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. കല്ലൂർ കിഴക്കേപ്പള്ളി അമ്പുതിരുനാളിനെ വരവേൽക്കാൻ വ്യത്യസ്തമായ പിണ്ടി അലങ്കാരം ഒരുക്കിയിരിക്കുകയാണ് കല്ലൂർ കാപ്പാനി ജിൻഡോ. വീടിന് മുന്നിൽ സ്ഥാപിച്ച പിണ്ടി അലങ്കാരത്തിന് മാലാഖയുടെ രൂപം നൽകിയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. തെർമോകോൾ ഫോം ഉപയോഗിച്ചാണ് ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത്. LED ദീപാലങ്കാരം കൂടി ഒരുക്കിയതോടെ രാത്രിയിൽ മാലാഖ പിണ്ടി അലങ്കാരം കാണാൻ നല്ല ചേലാണെന്ന് സുഹൃത്തുക്കളും പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളിലും വ്യത്യസ്തമായ അലങ്കാരങ്ങൾ ജിൻഡോ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ വർഷം മയിലിന്റെ രൂപത്തിലായിരുന്നു പിണ്ടി അലങ്കാരം ഒരുക്കിയിരുന്നത്. നന്ദിപുലം വരന്തരപ്പള്ളി റോഡിലെ തോട്ടുമുഖം പാലം മുതൽ വരന്തരപ്പള്ളി വരെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വ്യാഴാഴ്ച മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ശിവഗിരി മഠത്തിലെ അവസാന മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുടെ സമാധി ദിനാചരണം വ്യാഴാഴ്ച രാവിലെ 10:30 പുതുക്കാട് വടക്കേത്തുറവിലെ സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ശ്രീ ശങ്കരാലയ മഠത്തിൽ വെച്ച് നടത്തും. സുബ്രഹ്മണ്യ ക്ഷേത്ര സമിതി, കോമത്തുകാട്ടിൽ കുടുംബ ട്രസ്റ്റ്, SNDP യോഗം, പുതുക്കാട് യൂണിയൻ, തൃശൂർ ജില്ലാ ഗുരുധർമ്മസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,770 രൂപയും പവന് 46,160 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പെട്ട മഞ്ഞളി പരേതനായ ദേവസിക്കുട്ടി മാസ്റ്റർ ഭാര്യ അന്നംകുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് ഉഷ, ഷീല, ജോഷി എന്നിവർ മക്കളും തോമസ്, ജോർജ്, മിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 29 കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കും. പാലിയേക്കര ടോൾ പ്ലാസയിലെ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ സംഘർഷം, കാർ യാത്രികന് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. പാലക്കപ്പറമ്പിൽ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഔദ്യോഗിക പ്രഖ്യാപനമായി. മൊബൈൽ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ 4G സാച്ചുറേഷൻ പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ടവർ നിർമ്മാണം വിലയിരുത്തി TN പ്രതാപൻ MP. എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്ത് കണക്ഷൻ നൽകാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചരിത്രപ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ 100ാം വർഷ തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തകർന്ന റോഡ് നന്നാക്കാൻ ജനപ്രതിനിധികൾ കനിഞ്ഞില്ല. അപകടാവസ്ഥയിലായ റോഡ് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ. ശോച്യാവസ്ഥയിലായ കല്ലൂർ, ആലങ്ങാട്, പീച്ചാമ്പള്ളി റോഡാണ് നാട്ടുകാർ ഒത്തുചേർന്ന് സഞ്ചാരയോഗ്യം. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.